ഒരു നഗരത്തിന്റെ നടുവില് ഒരു പറക്കുതളിയ വന്ന് നിൽക്കുന്നു. 100-ൽ പരം ആൾക്കാർ ഈ ഒരു സംഭവത്തെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുന്നു. എന്താണ് ഇവർ കാണുന്നത് എന്ന് മനസ്സിലാക്കി വരുമ്പോഴുണ്ട് എവിടെന്നോ ഒരുപാട് മിസൈലുകളൊക്കെ വന്ന് ഈ സംഭവത്തെ ആക്രമിക്കുന്നു. അതിനുശേഷം ഒരുപാട് ഫൈറ്റർ ജെറ്റുകളും ഹെലികോപ്റ്ററുകളും ആർമിയിലുള്ള ഒരുപാട് ആൾക്കാരും കൂടി ഈ ഒരു സംഭവത്തിന്റെ പുറകെ പോകുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ആരായാലും ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയുടെ കഥയായിരിക്കും എന്നായിരിക്കും വിചാരിക്കുക. പക്ഷേ ഇത് നല്ല രീതിയിൽ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ളതും ഒരുപാട് അധികം ആൾക്കാർ മാസ് വിറ്റ്നസ് ചെയ്ത ഒരു UFO കേസാണിത്. UFO എക്സ്ട്രാ ടെറസ്ട്രിയലുമായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്ന എല്ലാ ഡോക്യുമെന്റും പബ്ലിക്കിലേക്ക് തുറന്നു വിടണം എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അല്ല പ്രസിഡൻഷ്യൽ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരടക്കം പറയുന്നതായിട്ട് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഈ ലോകത്ത് എന്താണ് ശരിക്കും നടന്നു പോകുന്നത്, ഈ ഒരു കേസിൽ അവരെന്താണ് ശരിക്കും അന്ന് കണ്ടത്, നമുക്ക് ചെറുതായിട്ടൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കാം. 1941 വേൾഡ് വാർ 2യുടെ കാലഘട്ടം. അതിന്റെ ഭാഗമായി US-ലെ പേൾ ഹാർബർ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ വളരെയധികം വലിയ ഒരു ആക്രമണം ഉണ്ടായി. അമേരിക്കയിൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ഗവൺമെന്റ് അവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു വാർണിംഗ് കൊടുത്തു. ഏത് നിമിഷവും ഒരു ആക്രമണം പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു വാർണിംഗ് എല്ലാ ജനങ്ങൾക്കും ആ കാലത്ത് കൊടുക്കുന്നു. അതിന്റെ ഭാഗമായി കോമൺ ആയിട്ട് ചെയ്തു വന്ന ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അതിനെയാണ് ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്നത്. ഒരുപാടധികം ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലെ കറണ്ട് മനഃപൂർവ്വം കട്ട് ചെയ്ത് കളയുന്ന ഒരു സംഭവമായിരുന്നു അത്. അതിന്റെ പ്രധാന ദൗത്യം എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള അറ്റാക്കുകളെല്ലാം മിക്കവാറും എയറിൽ നിന്നായിരിക്കും ഉണ്ടാവുന്നത്. ഇത്തരം ഫൈറ്റർ ജെറ്റുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബോംബുകൾ നിക്ഷേപിക്കുന്ന വഴി ഇവിടെയുള്ള ആൾക്കാരുടെ ക്രമസമാധാനം ഇല്ലാണ്ടാക്കുക എന്നായിരുന്നു ആ കാലത്തെ അവരുടെ എല്ലാവരുടെയും ബുദ്ധി. അതുകൊണ്ട് തന്നെ ഈ സമയം എന്ന് പറയുന്നത് വളരെയധികം ടെൻഷനും ഭീതിയും നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ 1942 ഒരു ജാപ്പനീസ് മുങ്ങിക്കപ്പൽ അമേരിക്കയിലുള്ള ഒരു ഓയിൽ ഫീൽഡിനെ ആക്രമിക്കുകയും അതിലൂടെ അമേരിക്കയ്ക്ക് ഇവരൊരു സന്ദേശമാണ് കൊടുത്തത്: ഞങ്ങൾ എപ്പോ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാം, അതുകൊണ്ട് തന്നെ നിങ്ങൾ കരുതിയിരുന്നോളൂ എന്നുള്ളൊരു വാർണിംഗ് ആണ് ഈ ഒരു ആക്രമണത്തിലൂടെ ജപ്പാൻ കൊടുത്തത്. വളരെയധികം അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ഒരു അറ്റാക്ക് വന്ന കാരണം US വളരെയധികം പേടിച്ചു. അപ്പോഴാണ് അമേരിക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്: ആ കാലത്ത് അമേരിക്ക വളരെയധികം വൾണറബിൾ ആയിരുന്നു എന്നുള്ളത്. ഈ ഒരു കാലഘട്ടത്താണ് നമ്മുടെ ഈ ഒരു സംഭവം കൂടി നടക്കുന്നത്. ഫെബ്രുവരി 25, 1942 വെളുപ്പിന് 1:30 ഈ സംഭവം നടക്കുന്നത്. അമേരിക്കയിലെ ഒരു റഡാർ പസഫിക് ഓഷന്റെ മുകളിലൂടെ എന്തോ ഒരു സംഭവത്തെ ഡിറ്റക്ട് ചെയ്യുന്നു. ലോസ് ഏഞ്ചലസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 300 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് ഈ ഒരു സംഭവത്തെ ഡിറ്റക്ട് ചെയ്യുന്നത്. അങ്ങനെ വെളുപ്പിന് 2 മണി ആയതോടുകൂടി തന്നെ വേറെ 2 റഡാറും ഈ ഒരു സംഭവത്തെ തന്നെ ഡിറ്റക്ട് ചെയ്യുന്നു. ഈ പ്രാവശ്യം ഡിറ്റക്ട് ചെയ്തത് ലോസ് ഏഞ്ചലസിന്റെ അടുത്ത് വെച്ചിട്ടാണ്. ഇവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ആദ്യം ഈ ഒരു സംഭവത്തെ ഡിറ്റക്ട് ചെയ്യുന്നത് 200 മൈൽസ് അപ്പുറത്ത്, അതായത് ഒരു 300 കിലോമീറ്റർ അപ്പുറത്ത് പസഫിക് ഓഷനിൽ വെച്ചിട്ടാണ്. പിന്നെ കേവലം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഒരു സംഭവത്തെ ലോസ് ഏഞ്ചലസിലും ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടെ ഇവർക്കൊരു കാര്യം മനസ്സിലായി: എന്തോ ഒരു വലിയ ഒബ്ജക്റ്റ് ഇത്ര അധികം വേഗത്തിലൂടെ നമ്മുടെ രാജ്യത്തൂടെ കടന്നു പോകുന്നുണ്ട്. അതെന്താണെന്നുള്ള ഒരു കാര്യം ആർക്കും മനസ്സിലാക്കാനും പറ്റുന്നില്ല. ഇത് യുദ്ധകാലമായതുകൊണ്ട് തന്നെയും ഇതൊരു എനിമി എയർക്രാഫ്റ്റ് ആയിരിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ലോസ് ഏഞ്ചലസിലേക്കുള്ള കറണ്ട് കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് കട്ടാക്കാനും ബ്ലാക്ക് ഔട്ട് ആക്കാനുള്ള ഓർഡർ കൊടുക്കുന്നു. അതേസമയം തന്നെ ലോസ് ഏഞ്ചലസിലുള്ള എയർ ഡിഫൻസ് ആക്റ്റീവ് ആവുകയും ഇത്തരത്തിലുള്ള ഒരു എനിമി എയർക്രാഫ്റ്റിനെ കാണുകയാണെങ്കിൽ അപ്പൊ തന്നെ അതിനെ അറ്റാക്ക് ചെയ്യാനുള്ള പ്രൊസീജിയർ എല്ലാം കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ എന്തെന്നറിയാത്ത ഈ ഒരു സംഭവത്തെ നേരിടാൻ വേണ്ടി ഒരു വലിയ സിറ്റി സജ്ജമായി കഴിഞ്ഞു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ സംഭവം റേഡാറിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാഞ്ഞു പോകുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ നേവിയിലുള്ള ആൾക്കാർക്ക് വളരെയധികം പേടി തോന്നി. ഇതിപ്പോ അവർക്കറിയാത്ത എന്തെങ്കിലും ഒരു ടെക്നോളജി ഉപയോഗിച്ച് റേഡാറിൽ നിന്ന് ജമ്പ് ചെയ്തതാണോ എന്നുള്ള ഒരു തോന്നലൊക്കെ അവർക്ക് തോന്നിപ്പോയി. ഇനി അതുമല്ലെങ്കിൽ ഇതൊരു ചാവേറ് പോലെ ലോസ് ഏഞ്ചലസിലേക്ക് വന്ന് ക്രാഷ് ചെയ്യിപ്പിച്ചതാണോ എന്നുള്ളൊരു തോന്നലേക്കായി അവർക്ക് എല്ലാവർക്കും. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുമ്പോഴാണ് ഒരുപാട് ഫോൺ കോളുകൾ ഇവർക്ക് ലഭിക്കുന്നത്. ഈ ഫോണിലൂടെ ആൾക്കാർ പറയുന്നത് എന്താ വെച്ചാൽ ഈ റേഡാറിൽ നിന്ന് മാഞ്ഞു പോയ ഒരു സംഭവത്തില്ലേ, അത് ആ പട്ടണത്തിലുള്ള ആൾക്കാർ മുഴുവനും കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ആൾക്കാരെല്ലാവരും പറയുന്നത് ഒരു വലിയ ഷിപ്പ് പോലത്തെ ഒരു സംഭവം ആകാശത്ത് പറന്നു നിൽക്കുന്നത് കണ്ടതായിട്ടാണ്. അതേസമയം തന്നെ ഒരുപാട് ഫൈറ്റർ ജെറ്റുകളും മിസൈലുകളും എല്ലാം ആകാശത്തൂടെ ചീറിപ്പാഞ്ഞ് നടക്കുന്നതായിട്ടും ഇവരെല്ലാവരും കാണുന്നുണ്ട്. മിക്കവാറും ആ സമയത്തെ എയർ ഡിഫൻസ് ആക്റ്റീവ് ആയതായിരിക്കാം അവിടുത്തെ ആൾക്കാരെല്ലാവരും കണ്ടത്. അങ്ങനെ ഈ ഒരു കലാപരിപാടി വെളുപ്പിന് 4 മണി വരെ കണ്ടിന്യൂ ചെയ്യുന്നു. 4 മണിക്ക് ശേഷം ഈ പറയുന്ന ബ്ലാക്ക് ഔട്ട് എല്ലാം ക്യാൻസൽ ആവുകയും അവിടെയുള്ള പ്രകാശം ലൈറ്റൊക്കെ ഇങ്ങനെ വരുന്നു. ഇവിടെ ബ്ലാക്ക് ഔട്ട് മാറിയതിനോടൊപ്പം തന്നെ ആ ഒരു ഷിപ്പും എങ്ങോട്ടും മാറി മറിഞ്ഞു.
അതേസമയം തന്നെ അവിടുത്തെ റോഡുകളിലൊക്കെ നോക്കുമ്പോണ്ട് ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടതായിട്ടും കാണുന്നുണ്ട്, ഒരുപാട് ഗൺ ഫയറിങ്സിന്റെ ഷെല്ലുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു യുദ്ധത്തിന്റെ ഒരു കാലാവസ്ഥയായിരുന്നു ശരിക്കും അപ്പോഴുണ്ടായിരുന്നത്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ ഇവിടെ ഒരു തരത്തിലുള്ള എനിമി എയർക്രാഫ്റ്റ് ഒന്ന് തകർന്ന് വീണതായിട്ടോ അങ്ങനത്തെ ഒരു സംഭവത്തെ നമുക്ക് കാണാൻ കഴിയില്ല. അവിടെ ആകെ കാണാൻ കഴിയുന്നത് അമേരിക്കയുടെ തന്നെ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടതായിട്ടും ഒരുപാട് ബുള്ളറ്റിന്റെ കേസിങ്സ് മാത്രമാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്താ വെച്ചാൽ എന്തിനെയാണ് ഈ റഡാറിൽ പിടിച്ചത്? എന്തിനെയാണ് ആ നാട്ടിലുള്ള ആൾക്കാരെല്ലാവരും ആകാശത്ത് കണ്ടത്? എന്തിനെയാണ് അവിടെയുള്ള ആർമിയും എയർ ഡിഫൻസും എല്ലാം വെടിവെച്ച് താഴത്തേക്ക് ഇടാൻ വേണ്ടി ശ്രമിച്ചത്? ഇതിനുള്ള ഒരു മറുപടി ജപ്പാനിന്റെ കൈവശം ഉണ്ടാവും എന്ന് അമേരിക്കയ്ക്ക് 100% ഉറപ്പായിരുന്നു. പക്ഷെ ജാപ്പനീസ് ഗവൺമെന്റ് ഉറപ്പിച്ചു പറയുന്നു ഞങ്ങളുടെ കൈവശമുള്ള ഒരു ടെക്നോളജിയും ആ രാത്രി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ആകെ ഉണ്ടായിരുന്നത് ആ ഒരു സബ്മറൈൻ മാത്രമാണ്. നിങ്ങൾ എന്താണോ കണ്ടത് അത് ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ളൊരു കാര്യം ജപ്പാൻ ഉറപ്പാക്കി കഴിഞ്ഞു. ഇവിടെ ആകെയുള്ളൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ജപ്പാന്റെ കളിയായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ ജപ്പാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ അവർക്ക് വേറൊന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഫോൾസ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ഫോൾസ് അലാം ആയിരിക്കും എന്നുള്ളൊരു കാര്യത്തിലാണ് അമേരിക്ക മുന്നോട്ട് പോയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് US ആർമി റഡാർ ഡാറ്റയുമായിട്ട് വരുന്നത്. റഡാറിൽ പിടിച്ചിട്ടുള്ള ഈ ഒരു സംഭവത്തെ എങ്ങനെയാണ് ഒരു ഫോൾസ് അലാമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യമാണ് US ആർമി കൊടുക്കുന്നത്. ഏകദേശം 3/4 മണിക്കൂറോളം ഈ ഒരു സംഭവത്തെ ട്രാക്ക് ചെയ്തതായിട്ടുള്ള റഡാർ ഡാറ്റ നമ്മുടെ കൈവശമുണ്ട്. അതോടൊപ്പം തന്നെ 37 ആർമി ഓഫീസേഴ്സും ഈ ഒരു സംഭവത്തെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതുമാണ്. അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്ത് ഒരു ന്യൂസ് പേപ്പറിൽ വന്ന ഫോട്ടോഗ്രാഫാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇത്ര അധികം ഡാറ്റ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരിക്കലും ഒരു ഫോൾസ് അലാം ആവില്ല എന്ന് US ആർമി ഉറപ്പിച്ചു പറയുന്നു. UFO എക്സ്ട്രാ ടെറസ്ട്രിയൽസ് ഏലിയൻസ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പൊങ്ങി വരുന്ന ഒരു കേസാണിത്. ശരിക്കും ആ രാത്രി എന്താണ് അവിടെ സംഭവിച്ചത്? നമുക്കൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കാം. ഇത് 1940 ആയതുകൊണ്ട് തന്നെ ആ കാലത്തെ റഡാർ ടെക്നോളജി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ടെക്നോളജിയുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതായത് സാധാരണ ഒരു കിളിയാണ് പറന്നു പോകുന്നതെങ്കിലും അത് റഡാറിൽ ഇങ്ങനെ പിടിക്കുന്ന ഒരു അവസ്ഥയാണ് ആ കാലത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ റഡാറിൽ ഡിറ്റക്ട് ചെയ്ത ആ ഒരു സംഭവം ഒരു കിളിയോ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ കോസ് ആയിരിക്കാം എന്നുള്ളൊരു അസംഷനാണ് നമുക്ക് ഇവിടെ എടുക്കാൻ കഴിയുന്നത്. ഇങ്ങനെ ഒരു റീസൺ പറയുമ്പോൾ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത് പ്രൊജക്ട് ബ്ലൂ ബുക്കിൽ എഴുതപ്പെട്ട ഒരു UFO കേസാണ്. റഡാറിൽ ഒരു ഒബ്ജക്റ്റിനെ മണിക്കൂറോളം ട്രാക്ക് ചെയ്യുകയും അതേ സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ ഈ ഒരു സംഭവത്തെ കണ്ണുകൾ കൊണ്ട് കാണുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടായി. ഇത് കണ്ടിരിക്കുന്നത് നമ്മളെ പോലുള്ള സാധാരണ ആൾക്കാരല്ല, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആർമി ഓഫീസേഴ്സ് ആയിരുന്നു. അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഒരുപാട് ഫൈറ്റർ ജെറ്റുകളെയും ഹെലികോപ്റ്ററുകളെയൊക്കെ അയക്കുന്നു. പക്ഷേ ഒന്നും തന്നെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പ്രൊജക്ട് ബ്ലൂ ബുക്കിൽ ഇതൊരു മാസ് ഹിസ്റ്റീരിയ ആണ് എന്ന് കാറ്റഗറൈസ് ചെയ്ത് തള്ളിക്കളയുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടായി. അതോടൊപ്പം തന്നെ മണിക്കൂറുകൾ നീണ്ടു നിന്ന റഡാർ ഡേറ്റയെ പറ്റിയിട്ടും അവരൊരു കൺക്ലൂഷൻ കൊണ്ടുവരുന്നുണ്ട്. ചിലപ്പോൾ ഒരു കിളിയെ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ കോസിനെ ആയിരിക്കാം റഡാറിൽ പിടിച്ചിട്ടുണ്ടാവുക എന്നുള്ളൊരു കൺക്ലൂഷൻ ആയിരുന്നു അന്ന് പ്രൊജക്ട് ബ്ലൂ ബുക്കിൽ കൊടുത്തിരുന്നത്. അപ്പോ അതുപോലെ എന്തെങ്കിലും ഒരു സംഭവം ആയിരിക്കാം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ ആണ് സ്കെപ്റ്റിക്സ് കൊണ്ടുവരുന്നത്. പക്ഷെ അവിടെ വേറൊരു കുഴപ്പമുണ്ട്. ആ കാലത്തെ ലോസ് ഏഞ്ചലസ് ടൈംസിൽ അച്ചടിച്ച് വന്ന ഒരു ഫോട്ടോഗ്രാഫാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്. ഈ ഫോട്ടോഗ്രാഫ് നോക്കിയാൽ തന്നെ ആർക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ആ രാത്രി എന്തോ ഒരു ഒബ്ജക്റ്റ് അവിടെ പറന്ന് നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇതിന് ചുറ്റുപാടും ഒരുപാട് ലൈറ്റുകൾ ഇങ്ങനെ അടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനൊരു ചിത്രം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ സ്കെപ്റ്റിക്സ് പറയുന്ന ആ ഒരു റീസണിങ് എല്ലാം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലേ എന്നുള്ളൊരു ചോദ്യം നമുക്ക് ഉണ്ടായിരിക്കും. പക്ഷേ ഈ ചിത്രത്തിനെ പറ്റി ഒരു ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇതുവരെ ആർക്കും തരാൻ കഴിഞ്ഞിട്ടില്ല. ഈ കേസിനെ പറ്റി ഞങ്ങൾ വളരെയധികം സീരിയസ് ആയിട്ട് അന്വേഷിച്ചപ്പോൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് കിട്ടി. ആ ദിവസം ആ രാത്രി ഒരുപാടധികം വെതർ ബലൂണുകളെ ആകാശത്തേക്ക് പറത്തിവിട്ടതായിട്ടുള്ള ഡാറ്റ നമ്മുടെ കൈവശമുണ്ട്. നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ആ കാലത്തെ വെതർ ബലൂണിന്റെ ഒരു ഫോട്ടോഗ്രാഫ്. ഇതുപോലുള്ള ഒരു വലിയ വെതർ ബലൂണിനെ കണ്ട് തെറ്റിദ്ധരിച്ചതാവാം എന്നുള്ളൊരു കാര്യമാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതും ആ സമയത്ത് അവിടെ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ആയതുകൊണ്ടും ഇത് രാത്രി സമയം ആയതുകൊണ്ടും തന്നെ ഇവിടെയുള്ള ആൾക്കാർ അതിന് നിഷ്പ്രയാസം തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. അതും ഈ കാലഘട്ടം എന്ന് പറയുന്നത് വേൾഡ് വാർ 2യുടെ ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ എല്ലാം കൂടി ആലോചിക്കുമ്പോൾ ഇതിനുള്ള ഒരു കറക്റ്റ് ആൻസർ നമ്മുടെ കൈവശം ഉണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ഏകദേശം ഉറപ്പാണ്. ഇത് വെറും ഒരു വെതർ ബലൂൺ ആയിരുന്നു ഇത് പറയുന്ന UFO ഒന്നല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് വിചാരിക്കാം. പക്ഷെ ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഈ ഒരു സംഭവത്തെ ഒരുപാട് ഫൈറ്റർ ജെറ്റുകളാവട്ടെ ഒരുപാട് ആർമിക്കാരെങ്കിലും വെടിവെച്ചിടുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടായി. അതോടൊപ്പം തന്നെ അതേ സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ മരിച്ചു വീഴുന്നതായിട്ടുള്ള ഒരു കാഴ്ചകളെല്ലാം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഇതൊരു വെതർ ബലൂൺ ആയിരുന്നുവെങ്കിൽ ആർമിയിലുള്ള ആൾക്കാർക്ക് അത് കണ്ടാൽ തന്നെ ആ സ്പോട്ടിൽ തന്നെ മനസ്സിലാവും
ഈ ഒരു ദിവസം വരെ അതൊരു വെതർ ബലൂൺ ആയിരുന്നു എന്നുള്ളൊരു കാര്യം ഒരു ആർമിക്കാരും പറയുന്നില്ല. ഇതൊരു വെതർ ബലൂൺ മാത്രമാണ് എന്നുള്ള ഒരു അസംഷനാണ് ശാസ്ത്രത്തിനും ആ കാലത്തുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അതിന്റെ പ്രധാന കാരണം ഇവർക്ക് പ്രത്യേകിച്ച് വേറൊരു എക്സ്പ്ലനേഷൻ ഇതിന് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ്. ഞാനിപ്പോ ഈ വീഡിയോയുടെ ഒരു കൺക്ലൂഷൻ ആയിട്ട് ഇത് വെറും ഒരു വെതർ ബലൂൺ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ എന്റെ കൂടെ വെക്കും. പക്ഷെ സത്യാവസ്ഥ എന്താ വെച്ചാൽ 80 വർഷങ്ങൾ മുന്നോട്ട് പോയിട്ടും ഇതെന്താണെന്നുള്ള ഒരു കാര്യം ഇതുവരെ ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് ആ രാത്രി ആകാശങ്ങളിൽ എന്തോ ഒരു സംഭവത്തെ അവർ കാണുന്നു. എന്താണ് ശരിക്കും അവർ കണ്ടത് എന്ന് കണ്ടവർക്ക് മാത്രമേ അറിയൂ. ശാസ്ത്രം സ്കെപ്റ്റിക്സും ഒരുപാട് പോസിബിലിറ്റീസും ഒരുപാട് ഉത്തരങ്ങളും മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിലും ഇതുവരെ നമുക്ക് അതിനുള്ള കറക്റ്റ് ഉത്തരം കിട്ടാത്തത് കൊണ്ട് തന്നെ ഇത് ഒരു മിസ്റ്ററി തന്നെയാണ്. അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നൊന്നായി നമ്മുടെ ചാനലിലൂടെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് കമന്റ് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.